അപ്പോൾ നോബി ചേട്ടനെ നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് ലൈവ് ഡ്രൈവിലേക്ക്. ഞാൻ നൂറാണ്. ഇത് പിന്നെ അറിയാമല്ലോ, വേൾഡ് ഫേമസ് ശിവു മലയിൽ. നോബിയുടെ എന്താണെന്നറിയാം നൂറ്, നോബിയുടെ ചിരി ഭയങ്കര ഫേമസ് ആണ്. നോബി ചിരിയിലൂടെയാണ് കൂടുതൽ പ്രശസ്തനായത്. എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന്റെ ആ ഒരു ഷോയിലൂടെ അല്ലേ? അതെ, ചിലർ വിചാരിക്കും കളിയൊക്കെയാണെന്ന്, നമ്മൾ ആസ്വദിച്ചായിരിക്കും ചിരിക്കുന്നത്. ചില ആൾക്കാർ നമ്മളെപ്പോഴും നോക്കി ചിരിക്കും. എനിക്ക് വേറെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സഭാകമ്പുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു കല്യാണത്തിന് പോകണമെങ്കിൽ എൻ്റെ കൂടെ 2 പേര് വേണം. പിന്നെ കല്യാണത്തിന് നിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കും ഒരു ചെറിയ ചമ്മലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരാളാന്ന് തോന്നില്ല കേട്ടോ. അതാണ്. പക്ഷെ ഭയങ്കര എനിക്ക് സ്റ്റേജ് ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ഭയങ്കര ചമ്മലും. അപ്പൊ കൂടെ ആരാവും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഉണ്ടാവും? ആണ് സുഹൃത്തുക്കൾ എപ്പോഴും കാണും. എപ്പോഴും ഇപ്പൊ ഇനിയിപ്പോ വൈഫായിട്ട് സിനിമയ്ക്ക് വല്ല 2 സുഹൃത്തുക്കൾ കൂടെ. ഈ ഈ ഒരു ചിരിയാണ് ഫേമസ് ആയിട്ട്. അപ്പൊ പറ, എന്തുണ്ട് വിശേഷങ്ങളൊക്കെ നോബി? ഒരുപാട് സന്തോഷം. വെൽക്കം ചെയ്യുന്നു ലൈവ് FM-ലേക്ക്, ബഹ്റൈനിലേക്ക്. ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നലെയൊക്കെ കേട്ടു, ഇന്നലെ മെനിങ്ങാന്നൊക്കെ നിങ്ങളുടെ ലൈവ് കേട്ടു. കാര്യം കാറിൽ യാത്ര ചെയ്യുമ്പോഴേ ഇങ്ങനെ ഇരുന്നു. അപ്പം ഷിബുച്ചായൻ ഇവിടെ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ ശബ്ദം നമുക്ക് ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരുപാട് ഹാപ്പിയല്ലേ. അപ്പൊ ഇന്നലെയും 2 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് കേട്ടു. ഇന്നലെ ഒരു ചോദ്യമൊക്കെ ചോദിച്ചില്ലേ, അതൊക്കെ ആയിരുന്നു, ആസ്വദിച്ചു, അടിപൊളിയായിരുന്നു. എന്തായാലും FM കേൾക്കുന്ന എല്ലാവർക്കും വലിയൊരു നമസ്കാരം. നോബി ചേട്ടാ ബഹ്റൈനിൽ ആദ്യമായിട്ടാണ് വരുന്നത്? ഇല്ല, ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊരു പ്രോഗ്രാം ആയിട്ടാണ് വന്നത്. നോബിയുടെ കൂടെ ഒരുപാട് നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഉണ്ടോ? ഒത്തിരി പേരുണ്ട്. ഇപ്പൊ ഇന്നും നാളെ കേട്ട് നമ്മുടെ രമേശ് പിഷാരടി ഉണ്ട്, കലാഭവൻ ജോഷി, പ്രശാന്ത് കാഞ്ഞിരമറ്റം, രഞ്ജീഷ്, അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റ്. അപ്പൊ ഇന്നലെ ഞാൻ പുറത്തിറങ്ങിയപ്പോ എന്റെ അടുത്ത് ഒരുപാട് സ്നേഹിതർ പറഞ്ഞു, ഷിബുച്ചാ നമ്മുടെ നോബി ഇവിടെ ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ. ആണല്ലോ, അങ്ങനെ വിവരം കിട്ടി. നോബി കിട്ടിയത് നോബി ഇവിടെ വന്ന ഉടനെ നമ്മളെ വിളിക്കുകയും ചെയ്തായിരുന്നു. എന്താണ് നോബി ഈ ചിരി എന്ന് പറയുന്നത്, മറ്റുള്ളവരെ ചിരിപ്പിക്കാനുള്ള ഒരു കഴിവ് തന്നിലുണ്ട് എന്ന് എങ്ങനെയാണ് നോബി തിരിച്ചറിയുന്നത്? ഇത് ഞാൻ പറഞ്ഞല്ലേ, ഫസ്റ്റ് ഞാൻ മിമിക്രി അങ്ങോട്ട് കൂടുതലായിട്ടില്ലായിരുന്നു. ഈ കഥാപ്രസംഗം, മോണോആക്റ്റും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. ഈ അഭിനയം പള്ളിയിൽ ഞാനും അമ്മച്ചൊക്കെ ഒരുമിച്ചായിരുന്നു നാടകം കളിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ പിന്നീട് എനിക്ക് ഈ മിമിക്രി ആയിട്ട് ഞാൻ പറഞ്ഞ എൻ്റെ ആദ്യമായിട്ട് ഞാൻ മിമിക്രി ചെയ്തത് ഒരു അച്ഛനായിരുന്നു എനിക്ക് വേണ്ടി ശബ്ദം കൊടുത്തത്. ഞാൻ വെറുതെ സ്റ്റേജിൽ നിൽക്കുന്നേ ഉള്ളൂ, അടുത്തതായി എന്ന് പറയുള്ളൂ. അച്ഛൻ ബാക്കിൽ നിന്നുകൊണ്ട് എല്ലാ സൗണ്ടും അച്ഛനായിരുന്നു. ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു അച്ഛൻ ഇപ്പം എവിടെയാണെന്ന് അറിയില്ല. അപ്പം അന്ന് അങ്ങനെയാണ് ആദ്യമായിട്ട് മിമിക്രിയിൽ വരുന്നത്. പിന്നീട് ഞാൻ മിമിക്രിയിൽ വന്നത് ഈ ചില ക്ലബ് കോമ്പറ്റീഷന് പോകുമ്പോൾ 2 പേരെ കാണുള്ളൂ. ഒരാളും കൂടെ ഉണ്ടെങ്കിൽ തേർഡും കൂടെ കിട്ടിയാൽ ക്ലബിന് പോയിന്റ് കിട്ടുമല്ലോ. അങ്ങനെയാണ് പിന്നെ അങ്ങ് മിമിക്രിയിലേക്ക് ആയത്. അതുകൊണ്ടാണ് ഈ ശബ്ദാനുകരണം ഒന്നും കൂടുതലായിട്ടില്ലാത്തത്. കാര്യം അത് പ്രാക്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു തരും, അങ്ങ് കയറി ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ മോണോക്റ്റീവ് ഇതൊക്കെ ആയിട്ടാണ് പിന്നെ ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതങ്ങ് ജീവിതമാർഗമാക്കി. ഇപ്പൊ അതാണ് ഉപജീവന മാർഗം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞായിരുന്നു, അതായത് ഇന്ന വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൂടെ, ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും? പണ്ടൊക്കെ ചെയ്യുമായിരുന്നു, ആദ്യമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇന്ന് പെർഫെക്ഷന്റെ കാലഘട്ടമാണ്. മറ്റത് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോയാൽ മതി. ഇന്ന് അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെ 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 അന്ന് കൈയടിച്ചവര് തന്നെ തിരിച്ചു വന്നിട്ട്. എന്നാലും അന്ന് നോബി സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരുന്ന ഏതെങ്കിലും ഒരു താരം പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നുണ്ടോ? ആരൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്ന അന്ന്? ഞാൻ പിന്നെ അതിനുശേഷം എന്ന് പറയുമ്പോ അതിനുശേഷം ഈ ഫിഗർ തരംഗം വന്നല്ലോ. ഫിഗർ തരംഗം വന്നപ്പോ പിന്നെ അതിലോട്ടങ്ങ് ചേക്കേറി. അതിനോട്ട് കയറ്റി പിന്നെ നമ്മളുമായിട്ട് നമ്മുടെ ഈ ശരീരഘടന വെച്ചിട്ടും അത് വെച്ചിട്ട് ഞാൻ പിന്നെ അനീഫക്ക, പിന്നെ NL ബാലകൃഷ്ണൻ, അങ്ങനെ കുറെ സത്യൻ മാഷ്. അതൊക്കെ സത്യൻ മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരഘടന വെച്ചിട്ടല്ല, ഈ ഇടയ്ക്ക് പിന്നെ സത്യൻ മാഷിനെയൊക്കെ തമാശ രൂപേണായിരുന്നു അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് മുടിയൊക്കെ വളർത്തിയിട്ട് ഹെയർ വെച്ചിട്ട് കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങനെ സത്യൻ മാഷും ഒക്കെ ആയിട്ട് പിന്നെ ഫിഗർ ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങ് മാറി. സിനിമയിലേക്ക് കിട്ടിയത് ഞാൻ കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് കുറെ ക്യാരക്ടറൊക്കെ ചെയ്തു. അതിനകത്ത് കുറെ ക്യാരക്ടർ ചെയ്തപ്പോൾ അങ്ങനെ കുറച്ച് പടങ്ങൾ ഇങ്ങനെ വിളിച്ചു. ആദ്യ ചിത്രം ഏതായിരുന്നു? അപ്പോൾ ആദ്യം ഞാൻ ചെയ്തത് പിന്നെ നമ്മുടെ കോളേജ് ഡേയ്സ് എന്ന് പറഞ്ഞൊരു ആ പടം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഞാൻ സഞ്ചാരിയോ പ്രശാന്ത് നമ്മുടെ അല്ല പുന്നപ്ര പ്രശാന്ത് നായകനാവുന്ന ഒരു ചിത്രം ഉണ്ടായിരുന്നു. ഒരു ബാല എന്ന് പറഞ്ഞൊരു ഡയറക്ടറാണ് ചെയ്തത്. അതിനകത്തൊരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. അപ്പൊ അന്നൊക്കെ ഈ സിനിമയിൽ വിളിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അന്ന് ഞാൻ കൊച്ചിൻ കലാദർശനയിൽ പിന്നെ
പ്രോഗ്രാം കളിക്കുകയാണ്. അപ്പോൾ അന്ന് ഈ സിനിമയിൽ ചെല്ലുമ്പോൾ നമുക്ക് കോസ്റ്റ്യൂം ഒന്നുമില്ലല്ലോ, നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഷർട്ട് എന്നെ ഇട്ടുകൊണ്ട് അഭിനയിക്കണം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഞാൻ ചെയ്ത സീന് ഭീമൻ്റെ വരുന്നു, എന്നെ വെട്ടിക്കൊന്ന് ഒരു ചന്തയിലിടുന്നു. ആലപ്പുഴയായിരുന്നു ഷൂട്ട്. അന്ന് എനിക്ക് പ്രോഗ്രാം കരമനയായിരുന്നു. അന്ന് ഞാൻ ഇട്ടുകൊണ്ട് പോയ ഷർട്ട് ഭീമൻ്റെ ചേട്ടനൊക്കെ ഇല്ല, അവരൊക്കെ വലിയ നടന്മാരല്ല, നമ്മൾ തുടക്കക്കാരില്ലേ. എൻ്റെ ഷർട്ടിൽ പിടിച്ച് കറക്കുന്നു, ഷർട്ട് രണ്ടായിട്ട് കീറുന്നു, അവിടെ കിടക്കുന്നു. പിന്നെ ഈ സീൻ തീർന്നപ്പം തന്നെ 7-8 മണിയായി. പിന്നെ എനിക്ക് പരിപാടിക്കും ചെല്ലാൻ പറ്റിയില്ല. അപ്പം അന്ന് കരമനയായിരുന്നു പരിപാടി. പിന്നെ ട്രൂപ്പിൻ്റെ മലയാളിയുടെ പിന്നെ കുറച്ച് സ്നേഹ സംഭാഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ പിറ്റേന്ന് ജോയിൻ ചെയ്തു. എനിക്ക് തോന്നുന്നു നമ്മൾ മിമിക്രിയിൽ നിന്ന് വരുന്നതായതുകൊണ്ട് നമ്മൾ സെറ്റിൽ ചെല്ലുമ്പോൾ ഒരു പ്രത്യേക ഒരു പരിഗണന, ഒരു സ്നേഹവും ഒക്കെ ഉണ്ടാവും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളെ സ്റ്റേജിൽ കണ്ട് പരിചയമുള്ളവരായിരിക്കും. അതൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നീട് അതിനുശേഷമാണ് ഞാൻ പറഞ്ഞത് കോളേജ് ഡേയ്സ് കൃഷ്ണമസാറിൻ്റെ പടത്തിൽ കോമ്പിനേഷൻ സുരാജണ്ണായിട്ടായിരുന്നു ഫസ്റ്റ് കോമ്പിനേഷനൊക്കെ. അന്ന് സുരാജണ്ണൻ തരംഗമാണെന്ന്. അന്ന് ഞാനും നമ്മുടെ സിംഗർ ഇമ്രാൻ ഖാനും കൂടെ ആയിരുന്നു. അത് ക്യാമ്പസ് പടമായിരുന്നു. അപ്പൊ അതിനകത്ത് പിന്നെ നോബി ചേട്ടന് സ്റ്റേജ് പെർഫോമൻസ് ആണോ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മൂവീസിൽ കിട്ടുന്ന അതൊക്കെ ചെയ്യലാണോ? സ്റ്റേജ് പെർഫോമൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. കാര്യം നമ്മുടെ ഒരു ജീവിത മാർഗ്ഗമായിരുന്നല്ലോ അത്. ഇപ്പൊ ഇത്തിരി സ്റ്റേജ് കുറഞ്ഞതേ ഉള്ളൂ, എന്നാലും അത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് നമ്മൾ അത് നമ്മുടെ ഭയങ്കര പാഷനല്ലേ, അതുകൊണ്ട് ഭയങ്കര ആസ്വദിച്ചാണ് സ്റ്റേജിൽ പരിപാടി ചെയ്യുന്നത്. ഇപ്പം പക്ഷേ സ്റ്റേജ് കറിച്ചിട്ട് ഗ്യാപ്പ് വന്നിട്ടല്ല. കാര്യം പണ്ടൊക്കെ നമ്മൾ പറഞ്ഞു 2-3 പരിപാടി കളിക്കുന്ന ടൈം ഉണ്ടായിരുന്നു. വെളുപ്പിന് 6 മണിക്ക് വരെ മിമിക്സ് കളിക്കുന്നുണ്ട്. കാര്യം ഫ്രണ്ടില് ചേച്ചിമാര് പൈപ്പിൽ വെള്ളം കൊടുക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ ക്ലബിന്റെ പരിപാടിയൊക്കെ ഓണത്തിനൊക്കെ വരുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് ലേറ്റായിട്ട് പരിപാടി. ഞങ്ങള് 2 ഓണത്തിന് ഇപ്പോഴും ഓർമ്മയുണ്ട്. 2 പരിപാടി കഴിഞ്ഞിട്ട് കൊട്ടാരക്കര സൈഡിൽ 3rd പരിപാടിക്ക് ചെന്നപ്പോ റബ്ബറും കാട്ടില് പോളിസ്റ്റർ സാരി കൊണ്ടൊരു സ്റ്റേജ് കെട്ടിയിട്ടുണ്ട്. ടാർപോളിനുണ്ട്, പക്ഷെ അവിടെ വേറൊന്നുമില്ല. പിള്ളേരുടെ പരിപാടിയൊക്കെ വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി 9:30 ആയപ്പോൾ തീർന്നു. പിന്നെ ഞങ്ങളൊരു 12 മണിക്ക് ചെല്ലുമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ചെന്നത് ഏകദേശം ഒരു 4 മണിയായി. ഞങ്ങൾ ചെന്നപ്പോൾ റബ്ബറും കാട്ടിലിങ്ങനെ ആൾക്കാരിങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു ചെറിയ കട്ടൻ ചായ തിളപ്പിച്ചോണ്ടൊരു കൊച്ചു കടയുണ്ട്. അതുകൊണ്ട് അവിടെ ഇട്ടേക്കുന്ന പാട്ട് വലയിൽ വീണ കിളികളാണ്. ഇത് കേട്ടു, ഞങ്ങൾ ദൂരെ നിന്ന് കേട്ടു. പക്ഷെ പാവങ്ങളായിരുന്നു, ഉപദ്രവിച്ചില്ല. അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് സാധനങ്ങളൊക്കെ ഇറക്കിയിട്ട് പരിപാടി തുടങ്ങിയപ്പം എനിക്ക് തോന്നുന്നു 6:30 മണിയാണ്. പക്ഷെ അവർ ചിരിച്ചു തന്ന് ഞങ്ങളെ രക്ഷിച്ചു. സഹൃദയരായിട്ടുള്ള ആൾക്കാർ. അതെ അതെ അതെ. പലപ്പോഴും നമ്മൾ ഈ മിമിക്രിയിലേക്ക് ആകർഷകരാകുന്നത് നമ്മളൊക്കെ ഒരു പരിധി വരെ അബീക്കാടെ പ്രോഗ്രാം കണ്ടു ആദർശിക്ക, അങ്ങനെയാണ് നമ്മൾ മിമിക്രിയിലേക്ക് ആകർഷകരാകുന്നത്. നോബി എങ്ങനെയാണ് മിമിക്രിയിലേക്ക് എത്തുന്നത്? ആരെങ്കിലും അങ്ങനെ ഒരു ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഭയങ്കരമായിട്ട് പരിപാടിയാണ്. ഞാൻ പ്രൊഫഷണലായിട്ട് മിമിക്രി ചെയ്യുന്ന സമയത്തും വേറെ ആരെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഞാൻ പോയി ഫ്രണ്ട് ചെയ്ത് കാണാം. ഞാൻ ശിവചന്ദ്രൻ്റെ ഒക്കെ കലാഭവൻ്റെ ഒക്കെ പരിപാടി പണ്ട് ഇഷ്ടംപോലെ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് മിമിക്രി കാണുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ എനിക്ക് ഭയങ്കര പിന്നെ സ്റ്റേജിലേക്ക് കാര്യം നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നല്ലോ. ഞാൻ പ്രൊഫഷണൽ നാടകം കളിച്ചിട്ടുണ്ട്. നാടകം അന്ന് ഇതായിരുന്നു ആഗ്രഹം, എങ്ങനെയെങ്കിലും അഭിനയിച്ചാൽ മതിയല്ലോ. അന്ന് നാടകമായിരുന്നു നമുക്ക് വലുത്. പിന്നീട് പിന്നെ വലിയ പിന്നെ ഇതൊരു പ്രൊഫഷണൽ നാടകമാണെങ്കിൽ ചെറിയൊരു അമച്ചർ സെറ്റപ്പ് ആയിരുന്നു, വലിയ പരിപാടിയൊന്നും കിട്ടത്തില്ല. പിന്നെ അവിടെ നിന്ന് ഇവരൊക്കെ ആയിട്ട് കുറേ പേർക്ക് ജോലിയായിട്ടൊക്കെ മാറി കുറേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീടാണ് ഈ മിമിക്രിയിലേക്ക് കയറിയാൽ നമുക്ക് അത്യാവശ്യം പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതായി. അതാണ് നമുക്ക് പ്രചോദനം. എല്ലാവരും നമ്മുടെ സുരാജണ്ണ ഉൾപ്പെടെ. പിന്നെ എന്നെ പ്രൊഫഷണൽ കൊണ്ടുവന്നത് മണിക്കുട്ടൻ എന്നാണ്, വെഞ്ഞാറമൂട്. പുള്ളിയാണ് ആദ്യമായിട്ട് പ്രൊഫഷണൽ ട്രൂപ്പിൽ ഒരു അവസരം മേടിച്ച് തന്ന് പുള്ളിയുടെ ട്രൂപ്പിൽ കൊണ്ടുവന്നു. അപ്പൊ എന്തൊക്കെയാണ് നോബിക്ക് ഒരുപാട് മെസ്സേജ്. നോബി ഹൗ ആർ യു എന്ന് ചോദിച്ചിട്ട് ബിജു ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ സത്യേട്ടൻ നോബി ചേട്ടന്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചിരിക്കുക. സത്യേട്ടൻ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു ലിസണറാണ്. അങ്ങനെ ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെയായാലും നോബിയുടെ സിനിമാ വിശേഷങ്ങളും മിമിക്രി വിശേഷങ്ങളും ഫാനാണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ മെസ്സേജ് എല്ലാവർക്കും സന്തോഷം. ഹലോ. നോബി ചേട്ടൻ വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു. പക്ഷേ മിമിക്രിക്കാരെല്ലാം പൊതുവെ പ്ലസന്റ് ആയിട്ട് അത് വേണ്ട, അതിനകത്ത് പ്രോ മലയിലുള്ളത് കൊണ്ട് ഭയങ്കര ബൂസ്റ്റ് ചെയ്യുന്നതാണ്. നമ്മളെ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമാണ് ഇവരുടെ ഷോസ് ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യുന്നവരാണ്. നമ്മൾ ഡ്യൂട്ടി ആയി കഴിഞ്ഞ് വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ്
നിങ്ങളുടെ കോമഡി ഷോസ് ഞാൻ ഇവിടെ നിന്ന് വിളിച്ചിട്ടുണ്ട് നോബിയെ. പിന്നെ തീർച്ചയായിട്ടും സ്റ്റാർ മാജിയെ കണ്ട് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. അല്ല, നമുക്ക് എപ്പോഴും സപ്പോർട്ട് പ്രവാസികളാണ് കൂടുതൽ അവരാണ് ആസ്വദിക്കുന്നത്. നമ്മുടെ നാടിനേക്കാളും കൂടുതൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേ നമുക്ക് അതിന്റെ ഇത് മനസ്സിലാവും, ആ സ്നേഹവും ആ സപ്പോർട്ടൊക്കെ. കാര്യം നമ്മൾ കോമഡി സ്റ്റാർസ് മത്സരിക്കുന്ന സമയത്ത് പോലും ഭയങ്കരമായിട്ട് നമുക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു കാര്യമാണ്. കാര്യം അതിനുശേഷം നമ്മളവരെ ഈ ട്രിപ്പായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ ആൾക്കാർ കാണിക്കുന്ന സ്നേഹമൊക്കെ അത് അന്നും ഇന്നും അതുപോലെ അവർ നമുക്ക് നൽകുന്നുണ്ട്. അത് വലിയ സന്തോഷം. നോബി ചേട്ടാ, ഇന്നിപ്പം ഞങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ഓഡിയോ ക്ലിപ്പാണ്. ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടിട്ട് എന്തായാലും എല്ലാവർക്കും അതിൻ്റെ ആൻസർ അറിയാം. അവർ ആൻസർ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു സമ്മാനമുണ്ട് നമുക്ക് നമ്മുടെ ലിസണേഴ്സിന് വേണ്ടി. അപ്പോൾ അതൊന്ന് ഞങ്ങൾ കേൾപ്പിച്ചതിന് ശേഷം നോബി ചേട്ടനും ലാലേട്ടൻ്റെയും ആ ഒരു എന്താ പറയുക ഒരുമിച്ച് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ ലിസണേഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി പ്ലേ ചെയ്യുകയാണ്. അപ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ, എന്നിട്ട് ആൻസർ പെട്ടെന്ന് തന്നെ അറിയിച്ചു. How many kilometers from Washington DC to Miami Beach? How many kilometers from Washington DC to Miami Beach? എന്റെ അമ്മോ, വേഗം പറഞ്ഞു, ഇല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുക. അങ്ങനെയാണുള്ളത് ഇപ്പോ. അതെ, ലാലേട്ടന്റെ ഒരു പെർഫോമൻസ് ഇതിനകത്ത് അല്ലേ. പിന്നെ ജഗദീഷ് ശ്രീകുമാർ എങ്ങനെയായിരുന്നു ലാലേട്ടന്റെ കൂടെ അഭിനയിക്കുക എന്ന് പറയുമ്പോൾ മിമിക്രിയിൽ നിന്നും സിനിമാ രംഗത്തെത്തുന്ന നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അല്ലേ ഒരു വലിയൊരു സ്വപ്നം തന്നെയാണത്. അതെ, വലിയൊരു കാര്യം വലിയൊരു പടമായിരുന്നു പുലിമുരുകൻ. അത്രയും വലിയൊരു പടത്തിൽ ഒരു ചാൻസ് കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഞാൻ ആദ്യം വിളിച്ചിട്ട് ഒരു സീക്വൻസ് ചെയ്തു. അതിനുശേഷം രണ്ടാമത് പിന്നെ ഞാൻ അഭിനയിക്കുന്ന ലാലേട്ടൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സീക്വൻസാണ്. കാര്യം ലാലേട്ടൻ ലോറിയിൽ നിന്ന് ഇറങ്ങി വരും, ഈ സുരാജണ്ണൻ ഈ മാനിറച്ചി റെഡി എന്നൊക്കെ പറയുന്നത് ആ സീക്വൻസാണ് രണ്ടാമത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഫോർട്ട് കൊച്ചിയിലാണ് ഷൂട്ട് ചെയ്തത്. കാടുമായിട്ട് ഒരു ബന്ധമില്ല, ഇവിടെ ഷൂട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4-5 മാസം കഴിഞ്ഞിട്ടാണ് ആ പുലിയായിട്ടുള്ള ഫൈറ്റ് വരെ ഷൂട്ട് ചെയ്യുന്നത്. അപ്പം എനിക്കറിയില്ല ഞാൻ ഈ പുലിയെ കാണുന്നു, പേടിക്കുന്നു, ഈ സീക്വൻസ് ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതേ ഉള്ളൂ. അപ്പം ഈ പുലിയായിട്ട് ലാലേട്ടൻ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ലാലേട്ടനെ കാണുന്നത് അവിടെ വെച്ചിട്ടാണ്. അതിനുശേഷം കണ്ടിട്ടില്ല, അതിനു മുമ്പും കണ്ടിട്ടില്ല. അപ്പോൾ ആ ഒരു അതിശയം ഇതൊക്കെ കാണിക്കണം. ഇത് ഷൂട്ട് ചെയ്ത് 5 മാസം കഴിഞ്ഞിട്ടാണ് ആ ഫൈറ്റ് വരെ എടുത്തത്. അപ്പോൾ അത് തന്നെ വലിയൊരു പടം. അപ്പം എനിക്കിത് ഇത്ര ചെയ്തിട്ട് ശരിയാവുന്നില്ല. അങ്ങനെ ലാസ്റ്റ് വൈശാഖനൊക്കെ മീറ്റിംഗ് വെച്ചു, ഇവനങ്ങ് മാറ്റിയാലും. പക്ഷെ ആദ്യം 2 സീൻ എടുത്ത് വെച്ചത് കൊണ്ടത് മാറിയില്ല. പിന്നീട് എനിക്ക് അവർ വിളിച്ചതുപോലെ കാര്യം ഡീറ്റെയിൽ പറഞ്ഞു തന്നു, ഇങ്ങനെയാണ് സംഭവം. കാര്യം നമ്മൾ ചെറിയ ആർട്ടിസ്റ്റ് അല്ലേ. അപ്പം അപ്പോഴും ഇത് ഒരു വലുതായിട്ട് ഈ കഥ എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല, അവർ പറയുമ്പോഴൊക്കെ അഭിനയിച്ചാൽ മതിയെന്ന്. എന്നാലും നമുക്ക് ഈ അഭിനയിക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ. പിന്നെ എന്നെ വിളിച്ച ആ കഥ ഫുള്ള് പിന്നെ ചേട്ടൻ എല്ലാം പറഞ്ഞു തന്നപ്പോൾ പിന്നീട് നമുക്ക് കുഴപ്പമില്ല ചെയ്ത്. ലാലേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മളൊക്കെ എന്താണ് മാറി ഇന്ന് കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ഒരു സിനിമയിൽ അഭിനയിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചാൽ ഇത് കിട്ടിയപ്പം തന്നെ കാലും കൈയും എന്റെ മുട്ട് തമ്മിൽ പിന്നെ മുട്ടാത്ത ആളാണ് ഞാൻ, സൈസ് ഉള്ളതുകൊണ്ട്. പക്ഷെ എന്നിട്ടും അന്ന് തന്നെ മുട്ട് തമ്മിൽ കൂട്ടി. പിന്നീട് പുള്ളിയായിട്ട് അങ്ങ് ഇതായപ്പോ പിന്നെ ഭയങ്കര ഫ്രീ ആയി, ടെൻഷനില്ല. അതൊക്കെ പറഞ്ഞ് പുള്ളി ഇപ്പം നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റുകൾ നിരന്ന് നിന്നാൽ പോലും ഒരു നോട്ടം കൊണ്ട് നമ്മൾ അതിനകത്തോട്ട് കൊണ്ടുവരും പുള്ളി ആ ക്യാരക്ടറെ. കാര്യം ഇപ്പം നമ്മൾ വേറെ എങ്കിലും നമ്മൾ ശ്രദ്ധിച്ചറിയാം, ചില സിനിമയിൽ വേറൊരു ജൂനിയറായിട്ട് ആരും നിന്നപ്പോലും ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ലായിരിക്കും. പക്ഷെ അങ്ങനെയല്ല, പുള്ളി ഓരോരുത്തരും എല്ലാവരെയും നോട്ടം കൊണ്ട് ആ ഒരു ഡയലോഗ് പറയുമ്പോൾ പുള്ളി എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൽ നമ്മളെ കൂടെ അങ്ങ് ഇത് ഇൻവോൾവ് ചെയ്യിപ്പിച്ച് ആ സീൻ ഭംഗിയാക്കും. വലിയ കാര്യമല്ലേ നമ്മൾ ഒരു നടൻ എന്ന നിലയിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അംഗീകരിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച ആ ഒരു ചിത്രം ഏതായിരുന്നു? ഒരു സിനിമ നടൻ എന്ന നിലയിൽ ക്യാരക്ടർ. ഇതിന്റെ ഏറ്റവും വലിയ സംഭവം ചേട്ടാ, ഞാൻ ചെയ്ത വേഷങ്ങളെ കണ്ടാണ് ചെറിയ ചെറിയ ക്യാരക്ടറുകളും ഈ കോളേജ് പടം, ഈ ചെറിയ അങ്ങനെ. അതിനുശേഷമാണ് എനിക്കിപ്പോൾ ഈ വാഴ എന്ന് പറയുന്ന സിനിമയില് ഒരു ക്യാരക്ടർ കിട്ടി, ഒരു അച്ഛൻ ക്യാരക്ടർ കിട്ടി. ഞാനും എന്റെ മോനും. അപ്പൊ ഇങ്ങനെ വന്നപ്പോ പിന്നീട് ആ ഒരു തന്ത വൈബ് പിടിച്ചു. അപ്പൊ അങ്ങനെ കണ്ടു തുടങ്ങി. അപ്പൊ അതിനുശേഷം 2-3 സിനിമകൾ വിളിച്ചാലെല്ലാം ഇങ്ങനത്തെ ക്യാരക്ടർ. പെട്ടെന്ന് ഒരു ചേഞ്ച് സംഭവിച്ചാലേ കോമഡിയിൽ നിന്നും ഗൗരവകരമായിട്ടുള്ള വേഷങ്ങളിലേക്ക് മാറുന്നു. അതൊരു വലിയ കാര്യമല്ലേ. പക്ഷേ ഈ കോമഡി ചെയ്യുന്ന ആൾക്കാരെ പെട്ടെന്ന് ഇങ്ങനെ സീരിയസ് അല്ലെങ്കിൽ ക്യാരക്ടർ റോൾസിലേക്ക് വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ കുറച്ച് വിഷമമാണ് കേട്ടോ. കാരണം നിങ്ങൾ എപ്പോഴും ചിരിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ ആയിരിക്കും നമുക്ക് വരിക എന്നുള്ള ഒരു ഇതാണ്. പെട്ടെന്നായിരിക്കും നിങ്ങൾ ഭയങ്കര സീരിയസ് അല്ലെങ്കിൽ കരയിപ്പിക്കുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് കാണുമ്പോൾ അല്ലെ, ഈവൻ സുരാജേട്ടൻ്റെയും ട്രാൻസ്ഫോർമേഷൻ
പെട്ടെന്നായിരുന്നു. ചിരിപ്പിച്ച സുരാജ് ചേട്ടൻ പെട്ടെന്ന് ഒരു സീരിയസ് ക്യാരക്ടറായി മാറി. പിന്നെ അതിന് വലിയൊരു നന്ദി പറയാനുള്ളത് ബിപിൻ ദാസിനാണ്. കാര്യം വാഴയില് ഞാന് അസീസ് നസീർ ഖാൻ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ എന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. അതിനുശേഷം ഇപ്പം പുതിയ പടം അതേ ബിപിൻ ദാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് വ്യസന സമേതം ബന്ധുമിത്രാദി. അപ്പൊ അതില് ഞാനും അസീസ് അങ്ങനെ തിരുവനന്തപുരം പശ്ചാത്തലമാണ് കഥ. രസകരമായിട്ടുള്ള സിനിമ. ഇത് ഡയറക്ട് ചെയ്തേക്കുന്നത് വേറൊരു ബിപിനാണ്. ഇത് ഈ ബിപിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റേ തോന്നക്കല്ലുള്ള ബിപിൻ ഡയറക്ട് ചെയ്യുന്ന അനശ്വരയുണ്ട്. മൊത്തത്തിലൊരു ബിപിൻ മയം. അങ്ങനെയുള്ള രസകരമായിട്ടുള്ള പടം മിക്കവാറും ഏപ്രിലിൽ റിലീസായിരിക്കും. അപ്പൊ എല്ലാവരും ആ പടം കാണണം. അതായത് വാഴ ടീം ഉണ്ട്, ജോ മോഹൻ, ഷിജു സണ്ണി എല്ലാവരും ഉണ്ട്. രസകരമായിട്ടുള്ള ഒരു പടമായിരിക്കും. സിനിമയുടെ മൊത്തത്തിലൊരു രീതി മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതിനെ കുറിച്ച് പറയാനുള്ളത് പുതിയ സംവിധായകർ വരുന്നു, പുതിയ ആക്ടേഴ്സ് വരുന്നു, ഒരു പുതിയ ടീം അല്ലേ? പണ്ടൊക്കെ നമ്മൾ ജനങ്ങള് പിന്നെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഇപ്പം ഒരു വലിയൊരു ആർട്ടിസ്റ്റ് വേണ്ട ഒരു സിനിമയിൽ ആ പടത്തിന്റെ മേക്കിങ്ങും സ്ക്രിപ്റ്റും എല്ലാം കൊണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജനം അപ്പോഴും ഓരോ ദിവസം ഓരോ സ്റ്റാറുകൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്ന് പറഞ്ഞാൽ യൂസ് ആൻഡ് ത്രോ ആണ്. നാളെ ചിലപ്പോൾ നമ്മളെ വേണമെന്നില്ല. ഞാനൊക്കെ എത്രയോ ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീണ്ടും ഒരു ക്യാരക്ടർ കിട്ടിയത്, വാഴയിൽ കിട്ടിയത്. അപ്പൊ കുറെ നാൾ പടമില്ലായിരുന്നു. ഇടയ്ക്ക് TV പരിപാടി അങ്ങനെയുള്ള ഇതൊക്കെ ഉള്ളു. ഇടയ്ക്കിടയ്ക്ക് സിനിമയിൽ ചെറുതായിട്ട് മോഹം കാണിക്കും, അത്രേ ഉള്ളായിരുന്നു. ഈ വില്ലൻ വേഷങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ട്. എനിക്ക് തോന്നുന്നു നോബി വില്ലൻ വേഷങ്ങളൊക്കെ കസറാനുള്ള ഒരു സാധ്യതയുണ്ട്. വില്ലൻ ഞാൻ പറഞ്ഞില്ലേ സ്കിറ്റിലൊക്കെ ധാരാളം മറ്റേ കഴുത്തിൽ ചെയിനൊക്കെ ഇട്ട് കയ്യിൽ കുറെ മറ്റേ ഇതൊക്കെ ഇട്ട് ഭയങ്കര എന്താ പറയാ ഇപ്പൊ ഒന്നില് ചെയ്തിട്ടുണ്ട്. പിന്നെ ബബ്ബ ദിലീപേട്ടന്റെ വില്ലൻ ക്യാരക്ടറാണ്. ഇല്ല അത് സർപ്രൈസ് പൊളിക്കും. നല്ലൊരു പേര്. ദിലീപേട്ടൻ വീണ്ടും എത്തുന്നൊരു വിനീത് ശ്രീനിവാസൻ ഉണ്ടെന്ന്. വിനീത്, ധ്യാന് എല്ലാരും ഉണ്ട്, കുറെ പേരുണ്ട്. നമ്മുടെ മാർക്കോയുടെ ഫൈറ്റ് മാസ്റ്റർ ആണ് അതിന്റെ ഫൈറ്റ് മാസ്റ്റർ. വാഴയും പുള്ളിയായിരുന്നു. അപ്പൊ പുള്ളിയാണെന്ന് പറഞ്ഞപ്പോ തന്നെ എനിക്കൊരു പേടിയായി. ദൈവം ഇനി നമ്മളെടുത്ത് എറിയോ രണ്ടായിട്ട് കീറുന്നു. അപ്പൊ അത് രസം. നല്ല ദിലീപേട്ടന്റെ തിരിച്ചുവരവായിരിക്കാം. നല്ല രസമുള്ള അങ്ങനെ ആവട്ടെ. കാര്യം അദ്ദേഹത്തിന്റെ ഒരുപാട് കോമഡി ചിത്രങ്ങൾ ഇപ്പോഴും നമുക്ക് മിസ് ചെയ്യുന്നുണ്ട്. CID മൂസയാണെങ്കിലും അല്ലെ അങ്ങനെ ഭയങ്കരമായിട്ട്. വേറെ സംഭവം ഇപ്പൊ ദിലീപേട്ടനോട് അഭിനയിക്കുമ്പോൾ നമുക്കൊരു കെയറിങ് തരാറുണ്ട് ദിലീപേട്ടൻ. തീർച്ചയായിട്ടും. അപ്പൊ ഈ പടത്തിലായ പോലെ ഒരു കോമ്പിനേഷൻ ഞാൻ ദിലീപേട്ടനുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ട്. അപ്പൊ ദിലീപേട്ടൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ അദ്ദേഹം പണ്ട് മുതലേ മിമിക്രി ആർട്ടിസ്റ്റുകളെ പരമാവധി സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആക്ടർ കൂടിയാണ്. ഞാൻ ശ്രമിച്ച നമ്മുടെ പ്രീമിയർ പത്മിനി എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് ലോക്ക്ഡൌൺ സമയത്ത് ഞങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പൊ ആ ലോക്ക്ഡൌൺ സമയത്ത് വേറെ ഒരു പരിപാടിയില്ല. പക്ഷെ ഞങ്ങൾ ഈ ലോക്ക്ഡൌൺ അറിഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിൽ കൂടും, ഒരുമിച്ച് അസീസ് ഞങ്ങളെല്ലാവരും ഉണ്ട്, ഒരുമിച്ച് കൂടും, ഒരു സ്ക്രിപ്റ്റ് ആക്കും, ഞങ്ങൾ പോയി ചെയ്യും. പക്ഷെ അതിനുശേഷം പിന്നെ ചെയ്തിട്ടില്ല. പിന്നെ ഇപ്പൊ ഒരു എപ്പിസോഡ് ഇറങ്ങി, ആ സമയം കിട്ടുന്നില്ല ആർക്കും. പക്ഷെ അന്ന് ഇത് കാണുമ്പോൾ നമ്മുടെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ദിലീപേട്ടൻ രാത്രി കണ്ടിട്ട് അപ്പോഴും വിളിക്കും പത്നി കണ്ടിട്ട്. അങ്ങനെ അത് നമുക്ക് വലിയൊരു സന്തോഷം. ദിലീപേട്ടൻ മാത്രമല്ല മമ്മൂക്ക മിമിക്രി ആർട്ടിസ്റ്റുകളെയൊക്കെ ചേർത്ത് നിർത്തുന്നൊക്കെ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. കൂടെ ആക്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. മമ്മൂക്കയുടെ ഫസ്റ്റ് എനിക്ക് അവസരം കിട്ടുന്ന പ്രൈസലോട് എന്ന് പറഞ്ഞ സിനിമയാണ്. അത് ഞാൻ ഈ കോമഡി സ്റ്റാഴ്സിൽ ഇതുപോലെ തന്നെ ഒരു വില്ലൻ ഒരു ക്യാരക്ടർ എൻ്റെ സ്കിറ്റിൽ കണ്ടിട്ടാണ് ആ പടത്തിലേക്ക് വിളിക്കുന്നത്. ഞാൻ ചെന്നിട്ട് ഫസ്റ്റ് സീനാണ് മമ്മൂക്കയുടെ കഴുത്തിന് പിടിക്കണം. എനിക്ക് ആലോചിക്കണം. എന്നിട്ട് വില്ലൻ കുളപ്പുറം വക്കൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ്. എന്നിട്ട് മമ്മൂക്കായിട്ട് കിടന്ന് ഉരുളണം. ആലോചിക്കണം. ആദ്യമായിട്ടാണ് മമ്മൂക്കയുടെ തോളി പിടിക്കണം, ഈ ഷോളറിൽ ഇങ്ങനെ പിടിക്കണം, എന്നിട്ട് കിടന്ന് കറങ്ങണം. ഒരു തുടക്കക്കാരൻ നിലയിൽ എൻ്റെ മാനസികാവസ്ഥ. മമ്മൂക്ക എങ്ങനെ ഉണ്ടായിരുന്നല്ലേ? പിന്നെ അതെ. അടുത്ത മെസ്സേജ്, ചില കോംബോകൾ ഭയങ്കര ഹിറ്റായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ലാലേട്ടന്റെ കാര്യം പറഞ്ഞു, പ്രിയദർശൻ, അവരൊരു കോംബോ ഗംഭീര ഹിറ്റാണ്. അങ്ങനെ ഒരുപാട് ഇപ്പൊ സിനിമാ രംഗത്തായാലും ഏത് രംഗത്തായാലും ഒരു കോംബോ അവരുടെ ഒരു കെമിസ്ട്രി വളരെ ഗംഭീരമായിരുന്നു. ഇവർ രണ്ടുപേരും നെൽസൺ നോബി, ഞാനത് എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്. അതാ ഒരു മെസ്സേജ്, നെൽസൺ ചേട്ടൻ ആ നോബി ചേട്ടൻ കോംബോ ആഹാ അന്തസ് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നെൽസൺ സന്തോഷം. നിങ്ങൾ ഒരുപാട് സ്റ്റേജിൽ അല്ല എനിക്ക് തോന്നുന്നു. അതുകൂടാതെ കിഷോർ, ഇപ്പൊ USA-ലുള്ള കിഷോർ, നിങ്ങൾ 3 പേരും ഒരു ഗ്യാങ് ആയിരുന്നു. ഇപ്പൊ ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെയാണ് ഇപ്പൊ മറക്കാൻ പറ്റാത്ത ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു ആരാധിക ഉണ്ടോ? അല്ല അങ്ങനെയല്ല. അങ്ങനെ ആരാധകൻ നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന തന്നെ വലിയൊരു ഭാഗ്യമാണ്. അല്ല പുറത്തേക്ക് പോകുമ്പോ എങ്ങനെയാണ്? പിന്നെ ഒരുപാട് വരാറുണ്ട്, കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. നമുക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഫാമിലിയെ കുറിച്ച് പറയൂ. ഫാമിലി ഫസ്റ്റ് ടൈമാണ് കേൾക്കുന്നുണ്ടെങ്കിൽ വെൽക്കം.
സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഓക്കെ. അപ്പൊ അവരെ കൊണ്ടൊന്ന് അവർക്ക് ഷോപ്പിംഗ് വേണം. മിമിക്രി മാത്രമാണോ അതോ പാട്ട് ഉണ്ടോ? 2 വരി. അയ്യോ എന്റെ സൂച, എന്റെ വിസ ക്യാൻസൽ ആക്കും. എമിഗ്രേഷൻ പിടിച്ചു. ഒരു 4 വരി. എപ്പോഴും പാട്ട് ഇച്ചിരി ഇതാണ്ട്. ഒന്നാമത് എന്റെ ത്രോട്ടിന്റെ ഞാനൊക്കെ ആ ഒരു കാറ്റഗറി ഇല്ല. പാടിക്ക് ഏതാ പാട്ട് ഞങ്ങൾ കൂടെ കൂടിക്കോ. ഒരു കാര്യം മനസ്സിലൊന്ന് പ്ലാൻ ചെയ്തു. അപ്പൊ നമ്മുടെ ഒരു പാട്ടിന്റെ കാര്യം പറഞ്ഞ് നിർത്തിയിരിക്കുകയായിരുന്നു. നോബി ഒരു 4 വരി നമുക്ക് വേണ്ടി. അതല്ല, ഇടയ്ക്ക് പിന്നെ ഞാൻ നസീർക്കാൻ കൂടെ ഇരിക്കുന്ന സമയത്ത് നസീർക്ക് പറയും, എടാ എല്ലാ മിമിക്രിക്കാരും പാടുമല്ലോടാ, നമുക്ക് മാത്രം ആണ്. നമ്മളാ ഒരു ഗ്രൂപ്പുണ്ട്, അപ്പൊ അതിനകത്തിരിക്കുന്ന എല്ലാവരും പാടും. ഷാജോൻ ചേട്ടൻ, ജാഫർക്ക, നവാസ്ക്ക, എല്ലാരും ഗംഭീര പാട്ടുകാരാണ്. ഇതിന്റെ ഇടയ്ക്ക് അപ്പോഴും ഞാനും നസീർക്കും പരസ്പരം മുഖത്തോട് ഇങ്ങനെ മുഖത്തോ. കാര്യം അവരങ്ങ് നാദർഷക്ക, ഞങ്ങളിപ്പോ ഒരു ട്രിപ്പൊക്കെ പോകുമ്പോ ഇവരങ്ങ് ബോക്സ് വെച്ചിട്ട് ഇവരങ്ങ് പാട്ട്, ഞങ്ങൾ പരസ്പരം ഇങ്ങനെ നോക്കി അത് ആസ്വദിച്ച് കൈയടിച്ചു കൊടുക്കും. അല്ല, അവരാരും നിങ്ങളോട് ഇതുവരെ നിർബന്ധിച്ചിട്ടില്ല പാട്, ഞങ്ങളുടെ കൂടെ പാടുന്നൊന്നും പറഞ്ഞിട്ടില്ല. അത് മൈക്ക് തരണ്ടേ ഞങ്ങൾക്ക്? കാര്യം മൊത്തം സിംഗേഴ്സ് അല്ലേ. ഇന്ന് ഞങ്ങൾ തന്നിരിക്കുന്നു നോബി ചേട്ടാ മൈക്ക്. അല്ല, എനിക്കൊരു വലിയൊരു കാര്യം പറയാനുള്ളത്. കാര്യം ഞാൻ ആകാശവാണിയിൽ ഹലോ പ്രിയ എന്ന പരിപാടിയിൽ ഒരു ദിവസം എന്നെ കൊണ്ടുപോയി. കുറേ പ്രാവശ്യം വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് നമ്മുടെ അക്കൗണ്ട് നമ്പറാണ് ആദ്യം കൊടുക്കാനുള്ളത്. കൊടുത്തിട്ട് ഞാൻ ഇരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ ഹലോ പ്രിയ ഗീതം പരിപാടിയിൽ ഒത്തിരി പേര് ഈ റേഡിയോ സ്നേഹിക്കുന്നവരെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. നമുക്കത് കൂടുതലും തയ്യൽ ചേച്ചിമാരും ചേട്ടന്മാരും, തയ്യക്കടയിൽ അവരാണ് ഏറ്റവും കൂടുതൽ. പിന്നെ റേഡിയോ നന്നാക്കുന്ന ചേട്ടന്മാർ, ടി വി നന്നാക്കുന്ന ചേട്ടന്മാർ, അങ്ങനെയുള്ളവരാണ് ഇത് ഭയങ്കരമായിട്ട് ആസ്വദിച്ച്. അപ്പൊ അവരുമായിട്ട് കുറെ നേരം സംസാരിക്കാനൊക്കെ പറ്റുമല്ലോ. ഭയങ്കര സന്തോഷമായിരുന്നു. റേഡിയോ അപ്പൊ അങ്ങനെ ഒരു പരിചയം ഉണ്ടല്ലേ? പിന്നെ ഞാൻ പണ്ട് റേഡിയോ നാടകത്തിന് പോയിട്ടുണ്ട്. അതായത് ഈ മറ്റേ ബാലലോകം പരിപാടി. എന്റെ അപ്പൻ ഹാർമോണിസ്റ്റാണ്. അപ്പൊ ഞാൻ ഈ ട്രിപ്പിൾ ഡ്രം വായിക്കും. അപ്പൊ റേഡിയോ നാടകത്തിന് അങ്ങനെയുള്ള പിള്ളേരെ പാട്ടും പരിപാടിയൊക്കെ ആയിട്ട് പോയി. അങ്ങനെ കുറെ നാള് നമ്മൾ ഈ ഒരു കോമ്പോയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പൊ നോബി, നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അതിനകത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുധി. ശരിക്കും സുധി നോബി ചേട്ടനോട് പറ, സുധി ചേട്ടനെ പറ്റി എന്തെങ്കിലും പറയാം. ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കും. കാര്യം കോമഡി സ്റ്റാഴ്സിന്റെ സമയത്തായിരുന്നു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു അരുണ്. ഞങ്ങൾ തമ്മിലൊരു ആക്സിഡന്റിലാണ് അരുൺ മരണപ്പെട്ടത്. പിന്നെ അതൊന്നൊക്കെ ഞങ്ങളൊന്ന് മാറി ഇങ്ങനെ വന്നിട്ടാണ് പിന്നെ സ്റ്റാർ മാജിക് ഭയങ്കര തരംഗമായിരുന്നു. സ്റ്റാർ മാജിക്കിന് തുടക്ക സമയത്ത് ഞാൻ, സുധിയണ്ണൻ, ഭാഷാണ ഷാജി, നെൽസണ്ണൻ, ഞങ്ങൾ കുറച്ചുപേരെ ഉണ്ടായിരുന്നു. പിന്നെ അത് അങ്ങനെ കഴിഞ്ഞിട്ട് അതിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന സമയത്തായിരുന്നു വീണ്ടും സുധിയണ്ണൻ ഇങ്ങനെ പറ്റിയത്. അതൊക്കെ ഭയങ്കരമായിട്ട് നമ്മളെ മാനസികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് നല്ലൊരു കലാകാരനായിരുന്നു, ഭയങ്കര ആസ്വാദകനായിരുന്നു സുധിയണ്ണൻ. കാര്യം നമ്മളെന്തൊക്കെ പറയുമ്പോൾ ഇരുന്ന് ചിരിക്കുന്നതാണ്. അപ്പോൾ പുള്ളി സ്റ്റേജിൽ വല്ലതും ചെയ്യുമ്പോൾ എനിക്കങ്ങ് സഹിക്കാൻ പറ്റും, ഞാൻ ചിരിക്കുമായിരുന്നു പുള്ളിയുടെ കോമഡി. അപ്പോൾ പെട്ടെന്ന് നമ്മളെ നിന്ന് പോയിട്ട് അത് അതിൻ്റെ 2 ദിവസം മുമ്പ് ഷൂട്ടും കഴിഞ്ഞിട്ട് ഇവർ പോയതല്ലേ. അത് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. എന്താണെങ്കിലും നഷ്ടം അല്ലേ, നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ബട്ട് ഷോ മസ്റ്റ് ഗോ ഓൺ. അപ്പോൾ നോബി ചേട്ടാ പാട്ട് പാടണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ലിസണേഴ്സ് മെസ്സേജ് അയക്കുന്നുണ്ട്. അതെ, അപ്പം സൗണ്ട് കുറച്ചോണം എല്ലാവരും. ട്രാഫിക് ബ്ലോക്കിലാണെങ്കിൽ ട്രാഫിക് ബ്ലോക്കാണ്, ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഇൻ സൽമാബാദ് എന്ന് പറഞ്ഞിട്ട് അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ട്രാഫിക് ബ്ലോക്കിൽ ഇരുന്നുകൊണ്ട് ആൾക്കാർ കേൾക്കുവാണ് നമ്മളെ. 2 പേര് ഒരു ഓണത്തിന്റെ പാട്ടാണ്. പിന്നെന്താ എഫക്ട്സ് ഇട്ട് നിങ്ങൾ തകർക്കുമെന്ന് എനിക്കറിയാം. അകലേ ഓണം പുലരുമ്പോൾ ആവണിപ്പൂവും വിരിയുന്നു, അരിയ കിനാവേ കൊതിയാകുന്നു, ചിറകുതരാമോ പോയി മടങ്ങാൻ, ഒന്നൻ കുഞ്ഞിൻ പൂക്കളം കാണാൻ, അകലേ ഓണം പുലരുമ്പോൾ ആവണിപ്പൂവും വിരിയുന്നു.
അടിപൊളിയാണല്ലോ, കൊള്ളാലോ. ഇത് ഇനി അവരുടെ മൈക്ക് തട്ടിപ്പറിച്ചു. വാങ്ങിച്ചോളാം. അല്ല പിന്നെ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അല്ല ശരി, വെരി നൈസ്. ഇപ്പൊ അങ്ങോട്ട് പാട്ടിന്റെ ആളായിരുന്നേ, ഒരാഴ്ച ഒരേ പാട്ടായിട്ട്. അല്ല നോബി ചേട്ടാ, അത് എനിക്കും കൂടി പറയാനുണ്ട്. കാരണം കുറെ വർഷങ്ങളായിട്ട് ഷിബുചേട്ടന്റെ കൂടെ ഷോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ ഈ ഒരു തിരിച്ചു വരവിലാണ് ഷിബുചേട്ടന്റെ പാട്ടിന്റെ ഒരു സംഭവം പുറത്തേക്ക് വന്നത്. അതുവരെ ഈ നെവർ സിങ്സ് അല്ലേ, അങ്ങനെ പുറത്തേക്ക് പാട്ട് പാടുകയോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുകയൊന്നും ചെയ്യില്ല. മിമിക്രി കോൺസെൻട്രേറ്റ് ചെയ്തോണ്ട്. അല്ലല്ല, നന്നായിട്ട് പാടിട്ടോ നോബി ചേട്ടാ, ശരിക്കും ലിറ്ററലി. ഞാൻ പബ്ലിക് പാടാത്ത ആളാണ്, പാടുന്ന ഗ്രൂപ്പിന്റെ പാട്ടുകാരൻ, കോറസ് പാടുന്ന ആളല്ലേ. നന്നായിട്ടുണ്ട്. എന്താണ് അപ്പോൾ നോബി ചേട്ടാ, ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ നോബി ചേട്ടനിലും പല മാറ്റങ്ങൾ കണ്ടു. അതായത് ഫ്രൈഡ് കഴിക്കില്ല, എനിക്കത് പറ്റില്ല, ഞാൻ ഇത് കഴിക്കില്ല എന്നൊക്കെ. അങ്ങനെയാണോ ഇപ്പോഴും? അല്ല, ഞാൻ ഇനിയിപ്പോ കഴിക്കാൻ പോകുന്നു ഇഷ്ടപ്പെട്ട കുറെ ഭക്ഷണം ഞാനങ്ങ് സാക്രിഫൈസ് ചെയ്ത് എന്റെ പിന്നെ അതായത് പിന്നെ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുമ്പോൾ മാതാപിതാ ഗുരു പൊറോട്ട ഒരു സമാനം ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് പൊറോട്ട. ഞാൻ ഷൂട്ടിന് പോകുമ്പോഴും പിന്നെ ഫ്ലവേഴ്സിലൊക്കെ ഷൂട്ടിന് പോകുമ്പോൾ 2 ദോശ 2 പൊറോട്ട. കാര്യം ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് ചിലപ്പോൾ 3 മണി 4 മണി. ഇത് കഴിച്ചു കഴിഞ്ഞാൽ അങ്ങ് കിടന്നോളൂ. അല്ല, ഒരു ഇപ്പൊ പൊറോട്ട കഴിക്കാൻ തന്നാ എത്ര പൊറോട്ട ഒറ്റയടിക്ക് കഴിക്കാൻ പറ്റും? 3-4 അത്രേ ഉള്ളൂ. 3 കിലോയുടെ പൊറോട്ട കേട്ടില്ലേ? 3 കിലോയുടെ ഒരു പൊറോട്ട അത്ര മതി. ഓക്കെ, മൈ ഗോഡ്. അപ്പൊ എന്താണെങ്കിലും വളരെ സന്തോഷം. ഇനിയിപ്പോ പോയിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനസ്സിൽ കഴിക്കാൻ? ഫുഡ് കോൺസെൻട്രേഷൻ ഇല്ല, ചോറ് കഴിക്കും. ചോറാണ് മെയിൻ. ചോറ് ഞാൻ കട്ട് ചെയ്തിരുന്നതാണ്, പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ചോറ് തരുന്നതൊക്കെ കഴിക്കും. അതെ അതെ, അത്രേ ഉള്ളൂ. അപ്പൊ നല്ലൊരു വീക്കെൻഡ് ഞങ്ങളും ആശംസിക്കുകയാണ്. ഒരുപാട് സന്തോഷം. കാര്യം കുറെ നാൾ ഷുബിച്ചാൻ ആദ്യം കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഷുബിച്ചാണ് ഞാൻ കണ്ടിരുന്നു. പിന്നെ ഷുബിച്ചാൻ പോയിട്ട് ഇപ്പൊ വരികയല്ലേ, ഒരുപാട് സന്തോഷം. ഞാൻ ഇന്നലെ എനിക്ക് നമുക്ക് നിങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പിന്നെ അതുപോലെ നൂറിനെ ആദ്യമായിട്ടാണ്. അപ്പൊ നൂറിന്റെ വാപ്പയെ പറ്റി പറഞ്ഞു, എനിക്ക് പരിചയമുണ്ട്, ഫോട്ടോ കാണിച്ചപ്പോൾ അറിയാം. ഭയങ്കര സന്തോഷം. കാര്യം നിങ്ങൾ ഇത്രയും എന്ത് പറയുന്നത്, ഈ ഇത്രയും ജോലി തിരക്കുള്ള ഈ പ്രവാസികളെ സന്തോഷിപ്പിക്കാൻ നിങ്ങൾക്ക് ഉള്ള സമയമുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ. അപ്പം അത്രയും പ്രാർത്ഥന നിങ്ങൾക്ക് കിട്ടും. വലിയ സന്തോഷം. അപ്പോ നോബി ചേട്ടാ, ഞങ്ങളുടെ അടുത്ത ഷോന്റെ സാരഥിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട രാജേച്ചി. ഹായ് ജോബി, ഓ സന്തോഷം. കാണാൻ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിത്വമാണ്. അയ്യോ സന്തോഷം ചേച്ചി. ഞാനൊരു ഫാനാണ് ജോബിയുടെ. നോബിയുടെ ബിഗ് ടൈം ഫാൻ. അല്ല, അത് പലരും വിളിക്കാറുണ്ട് ജോബി എന്ന്. എനിക്കറിയാം നോബിയാണ്. അടുത്ത ഷോയിൽ ഒരു ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഗസ്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെ വരും. അല്ല, നോബി സംസാരിച്ച് കഴിഞ്ഞിട്ട് മതി. സംസാരിച്ച് കഴിഞ്ഞു. ശരി, കഴിഞ്ഞു ചേച്ചി, നമ്മൾ ആരെയും വെയിറ്റ് ചെയ്യിപ്പിക്കില്ല. നോബിയെ കേൾക്കാനാണ് എല്ലാവരും. അയ്യോ, ഒരുപാട് സന്തോഷം. ഒത്തിരി കാര്യം നമ്മുടെ ലൈവ് FM 107 വരാൻ പറ്റുക. .2 വരാൻ പറ്റിയത് ഒത്തിരി 2 വിട്ടുപോയത്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ, എല്ലാവരും കാണാൻ പറ്റിയാൽ. പിന്നെ ഒരുപാട് ശ്രോതാക്കൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഞാൻ നേരുകയാണ്. ബഹ്റിനിൽ കാര്യം നമ്മളിവിടെ വരുന്നവരെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം വരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ വന്ന പരിപാടി എന്ന് പറയുന്നത് ഒരു സൗദി കമ്പനിയുടെ പരിപാടിയാണ്. അത് ബഹ്റിനിൽ വെച്ചാണ് നടത്തുന്നത്. കുറച്ച് ആർട്ടിസ്റ്റുകളുണ്ട്. ഒരു പബ്ലിക്കായിട്ടുള്ള പരിപാടി അല്ല അത്, കുറച്ച് അവരുടെ ഫാമിലി മീറ്റപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് വലിയൊരു പബ്ലിക് പരിപാടി നമ്മുടെ നിങ്ങളുടെ 107.2 അപ്പം വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പായിട്ട് വരും. പ്രൈവറ്റ് പരിപാടിക്ക് വന്നിട്ടും ബഹ്റിന് മുഴുവൻ കേൾക്കാൻ പറ്റുന്ന ഒരു അവസരം തന്നതിന് ഒരുപാട് താങ്ക്സ്. കാരണം 107 എല്ലാ .2 എല്ലാ ശ്രോതാക്കൾക്കും നോബിയെ കേൾക്കാൻ പറ്റിയല്ലോ. വളരെ സന്തോഷം, വളരെ സന്തോഷം. കോമഡി സ്റ്റേജസിൽ തൊട്ട് തന്നെ ഞാനൊരു ബിഗ് ടൈം ഫാനാണ്. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. നോബി, താങ്ക് യു. ഫാമിലിയുടെ അന്വേഷണം പറയണം. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ഗുമ്മ വാരാന്ത്യം നേർന്നുകൊണ്ട് വീണ്ടും ഞായറാഴ്ച ഒത്തുചേരാമെന്ന ശുഭപ്രതീക്ഷയോടെ ടാറ്റ ബൈ ബൈ പറയുന്നവർ ഞാൻ RJ ഷിബു മലയിൽ. ടാറ്റ, ഹാപ്പി വീക്കെൻഡ്. ഹാപ്പി വീക്കെൻഡ്. പൊളിച്ചടിക്കോ. അതാണ്.